കുറച്ചു നാൾ മുമ്പ് വലിയ പ്രതിസന്ധിയിലായിരുന്നു, സംഘർഷം നിറഞ്ഞൊരു പ്രദേശമായിരുന്നു ആലപ്പുഴ. ഇപ്പോൾ ആലപ്പുഴയിൽ വീണ്ടും SDP അടക്കമുള്ള ചില ശക്തികൾ കലാപത്തിനായി കോപ്പുകൂട്ടുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ടല്ലോ. അതെ, ആലപ്പുഴയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ മുസ്ലിം തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നമുക്കറിയാം, 1982 ചാല കലാപം എന്ന് പറഞ്ഞൊരു കലാപം തിരുവനന്തപുരത്ത് നടന്നു. ആ കലാപത്തിന് കാരണമായത് ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ പ്രദേശത്തൂടെ കടന്നുപോയൊരു ഘോഷയാത്രയ്ക്ക് നേരെ, ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയ്ക്ക് നേരെ, എഴുന്നള്ളിപ്പിന് നേരെ ചെരുപ്പുകൾ എറിഞ്ഞതാണ്. അത് ഈ പറയുന്നത് പോലെ ചില മുസ്ലിം സംഘടനകൾ അതിൻ്റെ പുറകിലുണ്ടെന്നും ഒക്കെ അന്ന് വാർത്തകൾ വന്നിരുന്നു. ആ കാലമൊക്കെ മാറി ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇന്ന് മുസ്ലിം സമുദായത്തെ ഈ മത തീവ്രവാദ നിലപാടിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മുതലെടുക്കുന്ന ഒരു സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അതിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തു. ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി വിഭാഗമുണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ ക്യാമ്പസ് ഫ്രണ്ടിനെയും നിരോധിച്ചിരിക്കുകയാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനോട് അനുബന്ധമായി പ്രവർത്തിച്ചിരുന്ന നിരവധി സംഘടനകളെ, ക്യാമ്പസ് ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട്, അതുപോലെ അവരുടെ മനുഷ്യാവകാശ സംഘടന, ഇങ്ങനെ നിരവധി സംഘടനകളെ നിരോധിച്ചു. അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ ഈ SDP, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നാണ് SDP അറിയപ്പെടുന്നത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ SDP മാത്രമാണ് നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെടാനായത്. കാരണം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനെ നിരോധിക്കണമെങ്കിൽ അതിൻ്റേതായ രാഷ്ട്രീയപരമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവരെ നിരോധിക്കേണ്ടത്, അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്തായാലും അതുകൊണ്ട് SDP തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും തന്നെ ശുഭകരമല്ല. നമുക്കറിയാം, ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറന്നിരിക്കുകയാണ്, കോളേജുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം സാധാരണ എല്ലാ വർഷവും ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കോളേജുകളൊക്കെ തുറക്കുന്ന സമയത്ത് ഈ നവാഗതർക്ക് സ്വാഗതം കൊടുത്തുകൊണ്ട് പ്രവേശനോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് സർവ്വസാധാരണമാണ്, സർക്കാർ തന്നെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയാണ് സ്കൂളുകളിലേക്ക്. പണ്ടൊക്കെ നമ്മൾ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുമ്പോൾ ഈ പുതുതായിട്ട് വരുന്നവരെ ഈ മുതിർന്ന കുട്ടികൾ, അവിടെ തന്നെയുള്ള സീനിയറായിട്ട് പഠിക്കുന്ന കുട്ടികൾ, നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ സ്വാഗതം ഒരുക്കാറുണ്ട്. ഇപ്പോൾ SFI ചെയ്യാറുണ്ട്, KSU ചെയ്യാറുണ്ട്, ABVP ചെയ്യാറുണ്ട്, ഇങ്ങനത്തെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത, വിദ്യാർത്ഥി സംഘടനകളല്ല ഇത് ചെയ്തിരിക്കുന്നത്, മറിച്ച് ഈ SDP ആണ് അവിടെ ആലപ്പുഴയിലെ പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ചും അവർക്ക് സ്വാധീനമുള്ള മണ്ണഞ്ചേരി പോലെയുള്ള സ്ഥലത്ത് ഈ പുതിയ കുട്ടികൾക്ക്, നവാഗതർക്ക് സ്വാഗതം പറഞ്ഞ് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ SDP കൊടി ഉയർത്തിക്കൊണ്ട് അവർ ചില പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. പോലീസ് അതിൽ കേസെടുത്തു, ചിലരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്, ചിലരെ കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. SDP ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള ചില ആൾക്കാരാണ് പിടിയിലായത്. അവർക്ക് ആലപ്പുഴയിൽ എന്ത് കാര്യമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എന്തായാലും പോലീസ് അവരെ കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അതൊരു വശം. നമുക്കറിയാം, 2012 ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂരിലെ ഒരു കോളേജിൽ പ്രവേശനോത്സവം, നവാഗതർക്ക് സ്വാഗതം ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ABVPയുടെ വിശാൽ എന്നൊരു വിദ്യാർത്ഥിക്ക് ക്യാമ്പസ് ഫ്രണ്ടുകാരുടെ കുത്തേറ്റു. ആ വിശാൽ കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടന്ന്, വളരെ ഗുരുതരമായ പരിക്കായിരുന്നു, ആശുപത്രിയിൽ കിടന്ന് അവസാനം മരണത്തിന് കീഴടങ്ങി. ഇപ്പോൾ ആ കേസിൽ പ്രതികളൊക്കെ, കേസ് വിചാരണയൊക്കെ നടന്ന് അതിൻ്റെ അന്തിമഘട്ടത്തിലൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുപേര് ശിക്ഷിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വയലാറിനടുത്ത്, അവിടെ ഒരു ചേർത്തലയ്ക്കടുത്ത് ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നന്ദു എന്നൊരു ചെറുപ്പക്കാരൻ, ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാരനല്ല, കൗമാരം കടക്കുന്നതേ ഉള്ളൂ, ആ നന്ദു കൊല്ലപ്പെട്ടു. അവിടെ കടന്നു വന്ന ഈ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ക്യാമ്പസ് ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ഒക്കെ ഉള്ള ചിലരാണ് അതിന് ഉത്തരവാദികൾ. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഈ നന്ദുവിൻ്റെ മരണത്തിന് ശേഷം ആലപ്പുഴയിൽ വലിയ എന്താ പറയുക സംഘർഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഈ നന്ദുവിൻ്റെ കൊലപാതകത്തിനെതിരെ പ്രദേശവാസികളായ ആൾക്കാർ സംഘടിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ SDPIയുടെ ഒരു സംസ്ഥാന നേതാവ്, ആലപ്പുഴയിലെ ഷാൻ എന്ന് പറയുന്ന സംസ്ഥാന നേതാവിനെ കൊലപ്പെടുത്തി. 24 മണിക്കൂർ കഴിഞ്ഞില്ല അതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ടുകാർ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന മുതിർന്ന അഭിഭാഷകനെ, ഈ മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെയൊക്കെ സംസ്ഥാന നേതാവ് കൂടിയായ, അറിയപ്പെടുന്ന സംഘപരിവാർ സഹയാത്രികനായ, സംഘപരിവാർ നേതാവായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുന്നിലിട്ട് നിഷ്ഠൂരമായിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തി. ആ കേസിലാണ് മാവേലിക്കര കോടതി 15 പേർക്ക് വധശിക്ഷ കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ അപ്പീലിലാണ് ആ കേസ്. പക്ഷേ ഇങ്ങനെ നിരവധി ദാരുണമായ അതിക്രൂരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അതോടൊപ്പം തന്നെ ഈ അവലും മലരും മുദ്രാവാക്യം ആലപ്പുഴയിലാണ് വിളിച്ചത്. അവലും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചോ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന മുദ്രാവാക്യം മുഴങ്ങിയതും ആലപ്പുഴ ജില്ലയിലാണ്. ഈ ആലപ്പുഴ എല്ലാ കാലത്തും നമ്മൾ വിചാരിക്കും ഈ ആലപ്പുഴ വളരെ ശാന്തമായൊരു സ്ഥലമാണ്, കാരണം ധാരാളം കായലും ഒക്കെയുണ്ട്, ഹൗസ് ബോട്ട് ഒക്കെയുണ്ട്, പ്രകൃതി രമണീയമായ ധാരാളം സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. പക്ഷേ ഇന്നും ഇന്നലെയുമല്ല, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ചരിത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ നടന്ന പല വർഗീയ കലാപങ്ങളുടെ തുടക്കം ആലപ്പുഴയിൽ നിന്നാണ്. ആ ആലപ്പുഴയ്ക്ക് അവിടെയൊക്കെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു, ഭാവിയിലും അത് വഹിക്കും. ഇത് തടയേണ്ടത് പോലീസിൻ്റെയും ഭരിക്കുന്ന സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. പക്ഷേ അവർ അക്കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് SDPIക്ക് എന്ത് കാര്യം? ഇവിടെ നമുക്കറിയാം CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, ജനതാദളുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, ഇങ്ങനെ നിരവധി രാഷ്ട്രീയ കക്ഷികളുണ്ട്. അവർക്കെല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമുണ്ട്. അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയനുകളാണ് ഈ പറയുന്നത് പോലെ നവാഗതർക്ക് സ്വാഗതം കൊടുക്കുന്നതും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമാകുന്നതുമൊക്കെ. ഇവിടെ SDPIക്ക് എന്ത് കാര്യം ഇതിൽ? SDPIയെ ഈ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഓതാൻ ആരാണ് നിയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ വളരെ തന്ത്രപരമായിട്ട് ക്യാമ്പസ് ഫ്രണ്ടിനെ നിരോധിച്ചതിലൂടെ നഷ്ടപ്പെട്ട അവസരം വീണ്ടെടുക്കാനായിട്ട് ഈ SDPIയെ ഒരു മറയാക്കി പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുകയാണ് എന്ന് വ്യക്തമാണ്. അങ്ങനെ അതിൻ്റെ പരീക്ഷണം അവർ നടത്തിയത് ആലപ്പുഴയിൽ. കാരണം ആലപ്പുഴയുടെ മണ്ണ് ഈ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും പറ്റിയതാണ് എന്ന് അവർക്കറിയാം. മുൻകാല ചരിത്രം അത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ, ഗൗരവത്തോടെ സർക്കാരും പോലീസും അന്വേഷണ ഏജൻസികളും സമീപിക്കണം. അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ആലപ്പുഴ വലിയ തോതിൽ സംഘർഷത്തിനും പ്രശ്നങ്ങൾക്കും കാരണമാകും. ആലപ്പുഴ ജില്ലയിൽ അത് ഇത്തരക്കാർ, ഈ വിഘടനവാദികൾ, വിധ്വംസക പ്രവർത്തകർ, വിധ്വംസക സംഘടനകൾ ഒക്കെ അത് മുതലെടുക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ആലപ്പുഴയിൽ നിന്ന് കൊളുത്തുന്ന തീ അത് കേരളമെമ്പാടും വ്യാപിക്കും, തെക്കോട്ടും വടക്കോട്ടും വ്യാപിക്കും. മുമ്പത് വ്യാപിച്ച ചരിത്രമുണ്ട്. 1982 കഥയൊക്കെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാരും ഭരണകൂടവും പോലീസും അതിശക്തമായ, കർശന നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം അത് ആലപ്പുഴയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.